നാളെ ഇപ്പോഴും ബാക്കിയുണ്ട്. അധ്യായം 1. ഒരു തീരുമാനം. 2 വഴികൾ. രാവിലെ സ്കൂൾ ബെൽ മുഴങ്ങി. കുട്ടികൾ ക്ലാസ് മുറികളിലേക്ക് ഓടിക്കയറി. അവരുടെ മുഖങ്ങളിൽ ഓരോ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ചിലർ ഡോക്ടറാകാൻ, ചിലർ അധ്യാപകരാകാൻ, ചിലർ കലാകാരന്മാരാകാൻ. പക്ഷെ അതേസമയം മറ്റൊരു ലോകവും വളരുന്നുണ്ടായിരുന്നു. ഒരു ചിരിയുടെ പിന്നിൽ ഒളിഞ്ഞ ഒരു സമ്മർദ്ദം, ഒരു സൗഹൃദത്തിന്റെ പേരിൽ വളരുന്ന തെറ്റായ ക്ഷണം. ഒരു തവണ മാത്രം എന്ന വാക്കുകൾ ജീവിതം മാറ്റിമറിക്കാൻ ചിലപ്പോൾ ഒരു നിമിഷം മതി. മയക്കുമരുന്ന് ഒരു പൊടി മാത്രമല്ല, ഒരു ഗുളിക മാത്രമല്ല, ഒരു കുത്തിവയ്പ് മാത്രവുമല്ല. അതൊരു തീരുമാനമാണ്. ആ തീരുമാനം ശരിയായ വഴിയിലേക്കും തെറ്റായ വഴിയിലേക്കും മനുഷ്യനെ കൊണ്ടുപോകും. പലരും കരുതുന്നത് ഇത് എന്റെ വീട്ടിൽ സംഭവിക്കില്ല എന്നാണ്. പക്ഷേ മയക്കുമരുന്ന് പ്രായമോ പണമോ വിദ്യാഭ്യാസമോ നോക്കി വാതിൽ മുട്ടാറില്ല. അവസരം കിട്ടുന്നിടത്ത് അത് കടന്നു വരാൻ ശ്രമിക്കും. ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണിത്. എന്നാൽ ഈ പുസ്തകം ആ വെല്ലുവിളിയുടെ ഇരുട്ട് മാത്രം പറയുന്നില്ല. ഇരുട്ടിൽ ഒരു വിളക്ക് തെളിയിക്കാനാണ് ശ്രമിക്കുന്നത്. ഓരോ കുട്ടിക്കും ഒരു സ്വപ്നമുണ്ട്. ഓരോ മാതാപിതാക്കൾക്കും ഒരു പ്രതീക്ഷയുണ്ട്. ഓരോ അധ്യാപകനും ഓരോ വിദ്യാർത്ഥിയും സുരക്ഷിതരായി വളരണമെന്ന ആഗ്രഹമുണ്ട്. ആ പ്രതീക്ഷ സംരക്ഷിക്കാനുള്ള ചെറിയൊരു ശ്രമമാണ് ഈ പുസ്തകം. നിങ്ങൾ ഒരു വിദ്യാർത്ഥിയായിരിക്കാം, ഒരു മാതാപിതാവായിരിക്കാം, ഒരു അധ്യാപകനോ സുഹൃത്തോ ആയിരിക്കാം. ആരായാലും ഈ പുസ്തകത്തിലെ ഓരോ പേജും ഒരു കാര്യം ഓർമ്മിപ്പിക്കും. ഒരു തെറ്റായ തീരുമാനം ജീവിതമാറ്റം. അതുപോലെ ഒരു ശരിയായ തീരുമാനത്തിനും ഒരു ജീവിതം രക്ഷിക്കാൻ കഴിയും. അറിയേണ്ടത് മയക്കുമരുന്ന് ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല. അത് കുടുംബത്തെയും സമൂഹത്തെയും ബാധിക്കുന്ന ഒരു വെല്ലുവിളിയാണ്. ശരിയായ അറിവും തുറന്ന ആശയവിനിമയവും പല അപകടങ്ങളും തുടക്കത്തിലേ തടയാൻ സഹായിക്കും. മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ, മാതാപിതാക്കൾ, അധ്യാപകർ, സമൂഹം എന്നിവർക്കെല്ലാം ഒരുപോലെ ഉത്തരവാദിത്തമുണ്ട്. ചിന്തിക്കാം. ഒരു തെറ്റായ തീരുമാനം ഒരു ജീവിതം തകർക്കാം. എന്നാൽ ഒരു ശരിയായ തീരുമാനം ഒരു ജീവിതം രക്ഷിക്കുകയും ചെയ്യും. മയക്കുമരുന്ന് എന്താണ്? ആ തലച്ചോറിനെയും ശരീരത്തെയും എങ്ങനെ ബാധിക്കുന്നു? അടുത്ത അധ്യായത്തിൽ നമുക്കത് മനസ്സിലാക്കാം.